നമസ്കാരം. ഡെമോക്രസിയുടെ സമയമാണ്. ആദ്യം പ്രധാന തല്ലിക്കെട്ടുകൾ. ഇ.പി. വീണ്ടും ഇടഞ്ഞു. ഇത്തവണ താണ്ഡവമാടിയത് CPIയുടെ തോട്ടത്തിൽ. CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നുമല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണെന്ന്. അങ്ങനെ കഴിഞ്ഞു കൊടുത്തൊരു പാർട്ടിയാണ്. ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, അത് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. ദേശാഭിമാനി തന്നെ സംരക്ഷിച്ചില്ല എന്ന പ്രസ്താവനയെ മയപ്പെടുത്തി തനിക്കാക്കി EP ജയരാജൻ. ഞാനത് പറഞ്ഞില്ലല്ലോ, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല. അത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്. എനിക്കും മനസ്സിലാകാത്തൊരു വിഷയമാണ്. ഞാനും അത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. പിള്ളയെ താൻ ഒരിക്കലും കൊച്ചാക്കിയില്ലെന്ന് പിണറായി വിജയൻ. ഞാനെന്തോ നടരാജപ്പള്ളിയെ അവമാനിച്ചു എന്ന് പറയുന്ന നിലയുണ്ടായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമേ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. മൺമറഞ്ഞു പോയവരെ, അപ്പോൾ അങ്ങനെയുള്ളവരെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ലെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ലോ സമരത്തിൽ വിരട്ടാൻ നോക്കുന്നവർക്ക് പിണറായിയുടെ കൂച്ചുവിലങ്ങ്. വിരട്ടലൊന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾക്ക് പറയാം. എന്നോടല്ല, ഞാനും അദ്ദേഹമായിട്ട് നല്ല സൗഹൃദത്തിലാണ്. അദ്ദേഹം എന്നെയും വിരട്ടുന്നില്ല, ഞാൻ അദ്ദേഹത്തെയും വിരട്ടുന്നില്ല. വിജിലൻസ് തത്തയെ ഒരിക്കലും കൂട്ടിലടക്കില്ലെന്നും പിണറായി മുഖ്യൻ. സർക്കാരിന് പൂർണ്ണ വിശ്വാസമില്ലാത്ത ഒരാള് വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തിരിക്കും. അപ്പോൾ അതിന്റെ അർത്ഥം ചീഫ് സെക്രട്ടറിയിലും ധനകാര്യ വകുപ്പ് സെക്രട്ടറിയിലും അദ്ദേഹത്തിന് വിശ്വാസമില്ല എന്നുള്ളതാണോ? തലസ്ഥാനത്ത് വീണ്ടും സമരക്കാർ ആസ്വദിച്ചു കുളിച്ചു. മതിൽ ചാടുന്ന കാര്യത്തിൽ ഐക്യമില്ലാതെ സംയുക്ത സമരസമിതി. EP ജയരാജൻ മന്ത്രിയായാലും അല്ലെങ്കിലും മൂപ്പരൊന്ന് കുലുങ്ങി വന്നാൽ എല്ലാവർക്കും നല്ല ഹര. കാരണം എന്ത് ചോദിച്ചാലും മറുപടി തരുമെന്നുള്ളതാണ് അതിൽ പ്രധാനം. ബന്ധുനിയമന വിവാദത്തിൽപ്പെട്ട് EP-യുടെ രാജിക്ക് മുറവിളി കൂട്ടിയപ്പോൾ ദേശാഭിമാനി മൂപ്പരെ സംരക്ഷിച്ചില്ല എന്നതാണ് ഇപ്പോൾ EP-യുടെ വിഷമം. അത് ചോദിച്ചപ്പോൾ EP അതിലെ വിഷമം പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് EP തൃശ്ശൂരിൽ പ്രത്യക്ഷപ്പെട്ടത്. പതിവ് പോലെ പത്രപ്രവർത്തകരുടെ ക്ഷേമാന്വേഷണവും തമാശയും, ഉള്ളിൽ തീ കത്തുമ്പോഴും പുറത്തേക്കൊരു ചിരിയൊക്കെ. ഇന്ന് ഇത് വാർത്തയൊന്നുമില്ലേ? അല്ല, ഇനി അതൊക്കെ പരിപാടി ഉണ്ടോ എല്ലാവർക്കും? അല്ല സഖാവെ, എല്ലാവരും ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. അതെ, ഒരു കാര്യം, ഈ CPIയുടെ മുഖപത്രം ഇത് എന്ത് കണ്ടിട്ടാ? മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ നല്ല വെപ്പാണല്ലോ. എന്താ ചെയ്യുക അങ്ങനെ പോയാൽ? ജനയുഗം ഒരു നിലവാര തകർച്ചയുടെ മാധ്യമമാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ എഡിറ്റർ ഞാനാണ്. അതിനകത്ത് വരുന്ന എല്ലാ കാര്യത്തിനും എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ അത് പാർട്ടിയുടെ ഔദ്യോഗിക അഭിപ്രായമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പത്രങ്ങളിൽ വരാറുണ്ട്. നിങ്ങളുടെ എല്ലാം പത്രത്തിൽ വന്നിട്ടുണ്ട്, ദേശാഭിമാനിക്കും ഉണ്ട്, അതെല്ലാ പത്രങ്ങൾക്കുണ്ട്. അല്ല, മനോരമയുടെ ദേശാഭിമാനി ഞാൻ പറഞ്ഞല്ലോ, അത് കേട്ടില്ലേ? ദേശാഭിമാനിക്കും അത്രയും കോളമുണ്ട്. ഒരു മുന്നണി സംവിധാനത്തിൽ ആ മുന്നണി മര്യാദകൾ പാലിക്കാതെ ഓരോരുത്തർക്ക് തോന്നുന്നത് എഴുതി പ്രചരിപ്പിക്കുക, ശരിയായ നിലയിൽ കാര്യങ്ങൾ കാണാതിരിക്കുക, അങ്ങനെയുള്ളൊരു പാർട്ടിയായിട്ട് CPI അധപ്പതിക്കാൻ പാടില്ല. ജനകത്തിൽ വന്ന് അത് ഒരു സറ്റൈറിക്കലായിട്ടുള്ള ഒരു കോളമാണത്. അതിനകത്ത് ഇങ്ങനെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാറുണ്ട്. അതിനകത്ത് മറ്റൊന്നും വിരുദ്ധമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിയുടെ അഭിപ്രായം ജനകത്തിൻ്റെ മുഖപ്രസംഗത്തിൽ ഞങ്ങൾ പറയും. CPIയുടെ നേതൃത്വം, ഞാൻ പറയുന്നത് ഇവിടുത്തെ നേതൃത്വമല്ല, കേന്ദ്ര നേതൃത്വം ഈ വഴിവിട്ടു പോകുന്ന ഇവരുടെ നിലപാടിനെക്കുറിച്ച് പരിശോധിക്കണമെന്നാണ്. കാരണം ഇപ്പോഴൊരു വിവാദമുണ്ടാക്കേണ്ട ഒരു പ്രശ്നവും കേരളത്തിലില്ല. മുഖ്യമന്ത്രി ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ലോ അക്കാദമിയുടെ പ്രശ്നം ശരിയായ നിലയിൽ എന്താണോ പ്രശ്നം എന്ന് പരിശോധിച്ച് അവ പരിഹാരം കാണാനുള്ള നടപടികളാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ എവിടെയോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്. ചില സങ്കുചിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് കേരള ഗവൺമെൻറ്റിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഇടതുപക്ഷ വിരുദ്ധരുടെ കയ്യിലെ പാവയായി തീർന്നിരിക്കുകയാണ് ജനയുഗം. അത് ജനകത്തിന്റെ അഭിപ്രായങ്ങൾ ജനകം പറയും. ഓരോ പത്രങ്ങൾ അതിന്റെ അഭിപ്രായം, ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അതിന്റെ അഭിപ്രായം പറയുന്നത് അത് തർക്കത്തിന്റെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. ഞങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, അത് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നു. വലിയ ബുദ്ധിമാന്മാരാണെന്നാണ് CPIക്കാരുടെ വെപ്പ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളയും, ജനങ്ങൾ അവരുടെ നിലപാടിനെ പരിഹസിക്കും എന്നാണ് ആ വാർത്തകൾ വായിച്ചപ്പോഴും മാധ്യമങ്ങളിൽ വന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. മുന്നണിക്ക് അകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ അകത്ത് പറയാം. അല്ല സഖാവെ, CPIയും മുന്നണിയുടെ രണ്ടാമത്തെ വലിയ കക്ഷിയല്ലേ? അവർക്കുമില്ലേ 4-5 മന്ത്രിമാരൊക്കെ? അവരെ അങ്ങനെ ചെറുതായി കാണാൻ പറ്റുമോ? CPI അത്ര വലിയ ശക്തിയുള്ള പാർട്ടിയൊന്നുമല്ല. പണ്ട് നമ്മുടെ നാട്ടിൽ മലബാറിലൊരു പഴഞ്ചൊല്ലുണ്ട്, നമ്പൂരിയുടെ വെളിച്ചത്തിൽ വാരുടെ ഊണെന്ന്.
അങ്ങനെ കഴിഞ്ഞു കൊടുത്തൊരു പാർട്ടിയാണ്. അതുകൊണ്ട് അത് വലിയ പാർട്ടിയായി ഇവിടെ വമ്പന്മാരായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല. അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങളാണ്, CPIക്കകത്തുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഈ തരത്തിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല. എനിക്ക് അവരോട് പ്രത്യേകിച്ച് പരസ്യ പ്രസ്താവന നടത്തി അന്തരീക്ഷം മോശപ്പെടുത്തുകയും ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ കളങ്കപ്പെടുത്തുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നവരോട് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കി അവർക്കുള്ള കാര്യങ്ങൾ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ മുന്നണി നടപ്പിലാക്കുന്ന പരിപാടികളുടെ സംബന്ധിച്ചുള്ള കാര്യമാണ് മുന്നണിക്കകത്ത് ഞങ്ങൾ പറയും. ഞങ്ങളുടെ മാനിഫെസ്റ്റോ നടപ്പിലാക്കുന്നതിന്റെ തർക്കമാണെങ്കിൽ ഞങ്ങൾ അതിനകത്ത് പറയും. ലോ അക്കാദമിയുടെ കാര്യത്തിൽ ഗവൺമെന്റ് മുഖ്യമന്ത്രി ഏറ്റവും ശരിയായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആ ശരിയായ നിലപാട് അവർ ബോധ്യപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു മന്ത്രിക്ക് പരാതി കിട്ടിയാൽ ഓരോ മന്ത്രിയും അന്വേഷണത്തിൽ ഉത്തരവിട്ടാൽ എന്താകും സ്ഥിതി? ഇപ്പോൾ ലോ അക്കാദമിയുടെ കാര്യമാണെങ്കിൽ നിയമവകുപ്പുണ്ട്, വിദ്യാഭ്യാസ വകുപ്പുണ്ട്, റവന്യൂ വകുപ്പുണ്ട്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പുണ്ട്. ഒട്ടനവധി വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അവിടുത്തെ എല്ലാ മിക്ക വിഷയങ്ങളും. ഓരോ മന്ത്രി ഉത്തരവിടലാണ്. ഓരോ മന്ത്രിക്കും കിട്ടുന്ന പരാതി വെച്ചുകൊണ്ട് ഓരോ മന്ത്രി ഉത്തരവിടാൻ തുടങ്ങിയാൽ എവിടെ എത്തും? അപ്പോൾ കുറേ കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ കാണണം. അത് കാണാതിരുന്നിട്ടുള്ളത് ശരിയല്ല. ഏതായാലും അടിയന്തരമായും അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ ദൂരീകരിക്കേണ്ടതുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കി പ്രതികരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് പകരം പരസ്യ പ്രസ്താവന നടത്തി മുന്നണിയെയും ഗവൺമെൻറ്റിനെയും കളങ്കപ്പെടുത്താൻ CPI ശ്രമിക്കരുത്. അവരൊറ്റപ്പെടും. കേരളത്തിലെ ജനങ്ങളത് ഇഷ്ടപ്പെടില്ല. അത് അവർ മനസ്സിലാക്കണം, അതിൻ്റെ നേതൃത്വം മനസ്സിലാക്കണം. അത് നിങ്ങൾ വിചാരിച്ചാൽ പോകാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിള്ളലുണ്ടാക്കാനോ കക്ഷികളെ വ്യത്യസ്ത രീതികളിൽ നിർത്താനോ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. കാരണം ഞങ്ങൾ ഈ മുന്നണിയിൽ നിൽക്കുന്നത് ഞങ്ങളുടെ വ്യക്തമായ രാഷ്ട്രീയ ധാരണ കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങളെ വ്യത്യസ്ത രീതിയിൽ കൊണ്ടുപോകാനും പറ്റിയില്ല. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയത്തുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ സൂചിപ്പിച്ച വിഷയത്തിലേക്ക് വരാം. താങ്കളുടെ വീഴ്ചയ്ക്ക് കാരണമായ ബന്ധു നിയമന വിവാദത്തിൽ പാർട്ടി പത്രം താങ്കളെ സംരക്ഷിച്ചില്ല എന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. താങ്കളും അങ്ങനെ തന്നെയാണ് കരുതുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ നിന്നും മനസ്സിലായത്. ഞാനത് പറഞ്ഞില്ലല്ലോ, ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞില്ല. അത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്. എനിക്കും മനസ്സിലാകാത്തൊരു വിഷയമാണത്. ഞാനും അത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. 2 ആഴ്ചക്കാലം കേരളത്തിലെ നിങ്ങളെല്ലാ മാധ്യമക്കാരും അച്ചടി മാധ്യമത്തിലും ദൃശ്യമാധ്യമത്തിലും ഒറ്റ വാർത്തയിലേ ഉണ്ടായിട്ടുള്ളൂ. EP ജയരാജൻ്റെ രാജി. ഇത് ആഘോഷിക്കുകയായിരുന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആലോചിച്ചു. ഞാനൊന്ന് നിയമസഭയിൽ പറഞ്ഞു, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചപ്പോൾ നിങ്ങൾ ഈ 2 ആഴ്ച നീക്കി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും പത്രം, ഏതെങ്കിലും മാധ്യമം? എന്തായിരുന്നു ലക്ഷ്യം? എന്തിനാ എന്നെ രാജിവെപ്പിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഞാൻ രാജിവെച്ചതിൽ ഞാൻ വളരെ ഇപ്പോൾ സംതൃപ്തനാണ്. ഞാനൊരു ശരിയായ നിലപാട് സ്വീകരിച്ചു എന്നുള്ള തോന്നലുകാരനാണ് ഞാൻ. പക്ഷേ എന്തിനു വേണ്ടി വേട്ടയാടി? 2 ആഴ്ചക്കാലം വേട്ടയാടിയില്ലേ? മാധ്യമങ്ങൾ ഇങ്ങനെ വേട്ടയാടിയിട്ടുണ്ട്. അങ്ങനെ വേട്ടയാടുമ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പരമാവധി ശരിയായ നില സ്വീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ തോന്നൽ. അതേതാണ് നിങ്ങളിപ്പോൾ ചോദിക്കണ്ട. നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നിങ്ങളെല്ലാം മാധ്യമങ്ങളിലെ വാർത്തകൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഞാൻ ചോരയും തീരും പലതിനും കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു വിഷയമാണ്. എനിക്കും മനസ്സിലാകാത്തൊരു വിഷയമാണത്. ഞാനും അത് എന്തുകൊണ്ട് എന്നുള്ളത് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അതിൻ്റെ ഒന്നും വിഹിതം ചോദിക്കാൻ ഞാൻ പുറപ്പെടാറില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ചെയ്യുകയും ജനങ്ങൾക്കിടയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ചോരയും നീരും കൊടുത്തതിൻ്റെ പ്രതിഫലിക്കത എന്നത് ഞാൻ ചോദിക്കാറില്ല. അത് ചോദിക്കുന്നത് ശരിയല്ല, അങ്ങനെ ചോദിക്കുകയില്ല. എന്തായാലും EP-യുടെ ഗതി വേറെ ആർക്കും വരാതിരിക്കട്ടെ. സ്വന്തം പാർട്ടി പത്രത്തിന് ഒരു ക്ഷീണം വന്നപ്പോൾ പണം കടം വാങ്ങി സഹായിച്ച ആ നല്ല മനസ്ഥിതിയെ എല്ലാവരും മറന്നുപോയി. സാന്റിയാഗോ മാർട്ടിൻ്റെ കയ്യിൽ നിന്നും 2 കോടി വാങ്ങിച്ചു കൊടുത്തിട്ട് പാർട്ടിയും പത്രവും 2 രൂപയുടെ വില EP-ക്ക് ഇപ്പോൾ നൽകിയില്ലല്ലോ. എന്തായാലും ഇത്രയേറെ ദുഃഖങ്ങൾ പേർന്ന EP-യോട് ശ്രീമതി ടീച്ചറെങ്കിലും ഒന്ന് ചോദിക്കുമോ എന്തോ, ഇനിയെങ്കിലും നിനക്കൊന്ന് പൊട്ടിക്കരഞ്ഞൂടെയെന്ന്. ഇനി ഇടവേളയാണ്. അത് കഴിഞ്ഞാൽ പിണറായി യുഗം.